ബാച്ചുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് സമാധാനത്തോടെയും ക്ലാസ് മുറികളിൽ ഇരുന്നു കൊണ്ട് പഠിക്കാനുള്ള സാഹചര്യമൊരുക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാവണമെന്ന് KSU ആവശ്യപ്പെടുകയാണ്. കാരണം എൻ്റെ ക്ലാസ്സിൽ ചോർന്നൊലിക്കുന്ന ക്ലാസ്സാണ്. ആ ക്ലാസ്സിൽ കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം LP ക്ലാസ്സിലാണ് ഇരുത്തുന്നത് കുട്ടികളെ. LP ക്ലാസ് മുറിയിൽ ഇരുത്തുകയാണ് ഹയർ സെക്കൻഡറിക്ക് പഠിക്കുന്ന കുട്ടികളെ. ബെഞ്ചില്ല, ഡെസ്കില്ല. 35,000 വരുന്ന മെറിറ്റ് സീറ്റുകൾ മാത്രമാണ് കോഴിക്കോട് ജില്ലയിലുള്ളത്. നിങ്ങൾ ആലോചിക്കണം, 43,164 കുട്ടികളാണ് ജില്ലയിലെ SSLC പാസ്സായിട്ടുള്ളത്. 48,000-ലധികം വരുന്ന അപേക്ഷകൾ അതിർത്തി ജില്ലകളിൽ നിന്നടക്കമുള്ള അപേക്ഷകൾ കോഴിക്കോട് ജില്ലയിൽ +1 പ്രവേശനത്തിന് വേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ തന്നെ 16,000-ലധികം വരുന്ന സീറ്റുകളുടെ ഷോർട്ടേജ് ഉണ്ട്. ആ ഷോർട്ടേജ് നിലനിൽക്കുകയാണ്. അത് പരിഹരിക്കാൻ നടപടി ഉണ്ടായിട്ടില്ല. ഇതിൽ സ്പോർട്സ് കോട്ട അഡ്മിഷൻ ഉണ്ട്. 720 സീറ്റുകളാണുള്ളത്. 2 അലോട്ട്മെന്റുകളാണ് ഉള്ളത്. സ്പോർട്സ് കോട്ടയിൽ 200ഓളം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. ട്രാൻസ്ഫറിനുള്ള ഓപ്ഷൻ ഇല്ല. ആ ട്രാൻസ്ഫറിനുള്ള ഓപ്ഷൻ പോലും വെക്കാനുള്ള അല്ലെങ്കിൽ അത് പരിഹരിക്കാനുള്ള നിരന്തരമായി കായിക മേഖലയിലുള്ള ആളുകൾ ആവശ്യപ്പെട്ടും അത് പരിഹരിക്കാനുള്ള നടപടി ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് കോഴിക്കോട് ഉൾപ്പെടെയുള്ള മലബാർ ജില്ലകളിൽ ഇത് പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകാത്തത്? ഈ മേഖലയോടുള്ള സർക്കാരിന്റെ തികഞ്ഞ അവഗണനയാണ്. ഞങ്ങളെ ഇവിടെ നിന്ന് പുറത്താക്കിക്കൊണ്ടും ഞങ്ങളോട് നിന്ന് പാൽപ്പായസം പോലെയുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ടും ഞങ്ങളെ ഇവിടെ നിന്ന് പിന്തിരിപ്പിക്കാമെന്ന്, ഈ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാമെന്ന് വിദ്യാഭ്യാസ വകുപ്പിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ കരുതുന്നുണ്ട് എങ്കിൽ അതവരുടെ വ്യാമോഹമാണ്. ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്ക് ജില്ലയ്ക്കകത്ത് KSU നേതൃത്വം കൊടുക്കും. പ്രവേശനം ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളുടെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിറവേറ്റാൻ ഞങ്ങൾ മുൻപന്തിയിലുണ്ടാവും. ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് KSUവിന്റെ തീരുമാനം. ഈ കുട്ടിയടക്കം പുറത്തു നിൽക്കുന്ന ഉന്നതമായ മാർക്ക് വാങ്ങിയ +1 പ്രവേശനം ആഗ്രഹിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടുന്നവരെ വിദ്യാഭ്യാസ വകുപ്പിന്റെ കണ്ണു തുറപ്പിക്കുന്ന പോരാട്ടങ്ങൾക്ക് KSU കേരളത്തിലെമ്പാടും നേതൃത്വം കൊടുക്കും. മലബാർ ജില്ലകളിൽ നേതൃത്വം കൊടുക്കും. കോഴിക്കോട് നേതൃത്വം കൊടുക്കുമെന്ന് സൂചിപ്പിക്കുന്നു.